Hello, welcome to Aifer education. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്റർനാഷണൽ ഇക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് HO തിയറി, ഹെക്ഷർ ഓഹ്ലിൻ തിയറി എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ദ ലിയോൺടിഫ് പാരഡോക്സ്. സോ അതെന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതിന് മുന്നേ ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ്, നമ്മളെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഐഫറിലെ കോഴ്സിനെ പറ്റി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. നമ്മളെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഐഫറിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അവർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കോഴ്സസ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക് ലിയോൺടിഫ് പാരഡോക്സ്. ഓക്കെ, സോ വാട്ട് ഈസ് ലിയോൺടിഫ് പാരഡോക്സ്? It is the empirical finding that US import substitutes were more capital intensive than US exports. ലിയോൺടിഫ് പാരഡോക്സിലൂടെ എന്താണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഈ പാരഡോക്സ് എന്ന് പറയുന്നത്? യുഎസിലെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൂടുതൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. എന്തിനേക്കാളും US എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ് US എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ എന്താ പാരഡോക്സ് ആയിട്ട് വരാനുള്ളത്? യുഎസിന് എന്താ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ് കൂടുതൽ ഇമ്പോർട്ട് ചെയ്തൂടെ? അവിടെ പാരഡോക്സ് എങ്ങനെ വന്നു എന്നുള്ള ചോദിച്ചാൽ, അവിടെ HO ട്രേഡ് മോഡൽ അല്ലെങ്കിൽ ഹെക്ഷർ ഓഹ്ലിൻ തിയറി പ്രകാരം, ആ ഒരു തിയറി പ്രകാരം എങ്ങനെയായിരുന്നു ഇതിന്റെ തിരിച്ചായിരുന്നു സംഭവിക്കേണ്ടത്. അതായത് US കൂടുതലും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സിനെ എക്സ്പോർട്ട് ചെയ്യുകയും ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സിനെ ഇമ്പോർട്ട് ചെയ്യുകയുമായിരുന്നു വേണ്ടത്. പക്ഷെ ഈ ലിയോൺടിഫ് നടത്തിയ ഈ ഒരു എംപെറിക്കൽ സ്റ്റഡിയിലൂടെ എന്താണ് കണ്ടുപിടിച്ചത്? US ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് കൂടുതലും എന്തായിട്ടുള്ളത്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ളത് എന്നാണ്. HO theory എന്താ പറയുന്നത്? HO theory suggests that countries export goods that use their abundant resources intensively and import goods that use their scarce resources intensively. ഒരു രാജ്യം എങ്ങനെയുള്ള ഗുഡ്സ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? ആ രാജ്യത്ത് ഏത് റിസോഴ്സ് ആണോ അബണ്ടന്റ് ആയിട്ടുള്ളത്, ആ റിസോഴ്സ് ഇന്റൻസീവായി യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് ആ രാജ്യം എക്സ്പോർട്ട് ചെയ്യുക. അതേപോലെ അതേ രാജ്യത്ത് ഏത് റിസോഴ്സ് ആണോ സ്കേഴ്സ് ആയിട്ടുള്ളത്, ആ റിസോഴ്സ് ഇന്റൻസീവ്ലി യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് ആ രാജ്യം ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് HO തിയറി പറയുന്നത്. ഈ തിയറി പ്രകാരം യുഎസിൽ എന്തായിരിക്കണമായിരുന്നു? യുഎസിനെ ഒരു ദ മോസ്റ്റ് ക്യാപിറ്റൽ അബണ്ടന്റ് നേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ യുഎസിനെ കാണുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ US എന്ത് ചെയ്യണമായിരുന്നു? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സിനെ കൂടുതലായിട്ടും എക്സ്പോർട്ട് ചെയ്യണമായിരുന്നു. ആൻഡ് ലേബർ ഇൻറ്റൻസീവ്, അവിടെ ലേബർ ആണ് എന്തായിട്ടുള്ളത്, സ്കേഴ്സ് ആയിട്ടുള്ളത്. സോ ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സിനെ ഇമ്പോർട്ട് ചെയ്യണമായിരുന്നു. ഇതാണ് പ്രശ്നം ഇവിടെ. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് ആര് കണ്ടുപിടിച്ചത്? ലിയോൺടിഫ് കണ്ടുപിടിച്ചത്. ഓക്കെ, സോ വാട്ട്സ് ദ ഒറിജിൻ ഓഫ് ലിയോൺടിഫ് പാരഡോക്സ്? HO തിയറി വന്നതിന് ശേഷം 1951 വാസിലി ലിയോൺടിഫ്, ആരാണ്? വാസിലി ലിയോൺടിഫ് in 1951 എന്താ ചെയ്തത്? എംപെറിക്കലി ടെസ്റ്റ് ചെയ്തു ഹെക്ഷർ ഓഹ്ലിൻ തിയറിനെ. യൂസിങ് വാട്ട്? ഫോർ ദ ഡാറ്റ, US ഡേറ്റ. 1947 US ഡേറ്റ യൂസ് ചെയ്ത് HO തിയറിനെ എംപെറിക്കലി വാസിലി ലിയോൺടിഫ് ടെസ്റ്റ് ചെയ്തു. ആൻഡ് എന്തൊക്കെയാണ് ആ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡിയിൽ അദ്ദേഹം യൂസ് ചെയ്തത്? ഹി എസ്റ്റിമേറ്റഡ് ദ K/L റേഷ്യോ ഫോർ US ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇമ്പോർട്ട് ഗുഡ്സ് അല്ല, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് അദ്ദേഹം യൂസ് ചെയ്തത്. ഇമ്പോർട്ടിന്റെ ഡേറ്റ ഇല്ലാത്തത് കൊണ്ടാണ്. ബിക്കോസ് ഇമ്പോർട്ട് ഗുഡ്സിനെ കുറിച്ചുള്ള ഒരു ഡേറ്റ അദ്ദേഹത്തിന് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം US ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ പറ്റി പഠിച്ചത് ഈ ഒരു സ്റ്റഡിയിൽ. സോ rather than for imports, import substitutes എന്ന് പറയുമ്പോൾ എന്താണ്? They are the commodities such as automobiles that the United States produce at home but also imports from abroad. Import substitute എന്താണെന്ന് നമുക്കറിയാം. അതായത് നമ്മൾ ഒരു
ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൊമസ്റ്റിക്കലിയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ ഡേറ്റ യൂസ് ചെയ്താണ് ലിയോണ്ടിഫ് ഈ ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളത്. Okay, Leontief was forced to use data on import substitutes because foreign production data on actual US imports were not available. Okay. So, എന്താണ് ഈ ഒരു സ്റ്റഡിയിലൂടെ ലിയോണ്ടിഫ് കണ്ടുപിടിച്ചത്? എന്താണ്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് യൂസ് ചെയ്തത്. 1947 ഡേറ്റയാണ്. ഓക്കെ, ആൻഡ് വാട്ട് ഡിഡ് ഹി ഫൈൻഡ് ഔട്ട്? The results of Leontief's test were startling. US import എന്താണ്, import substitutes എന്താണ്, were about 30% more capital intensive than US export. US export ചെയ്യുന്ന ഗുഡ്സിനേക്കാളും US import ചെയ്യുന്ന ഗുഡ്സ് 30% more capital intensive ആയിരുന്നു എന്നുള്ളതാണ് ലിയോണ്ടിഫ് കണ്ടുപിടിച്ചത്. ഓക്കെ, that is, the United States seemed to export labor intensive commodities and import capital intensive commodities. This was the opposite of what the HO model predicted, and it became known as Leontief paradox. അപ്പോൾ ഇതാണ് എന്ത്, Leontief paradox എന്ന് പറയുന്നത്. So what were the possible explanation? ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാനുള്ള ഒരു കാരണം എന്താണ് എന്നുള്ളത് ലിയോണ്ടിഫ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ലിയോണ്ടിഫ് ഇതില് ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വന്നതോടുകൂടി HO തിയറി തെറ്റാണ് എന്ന് പറയാനല്ല ലിയോണ്ടിഫ് ശ്രമിച്ചത്. ഹി റാഷണലൈസ്ഡ് ഹിസ് ഓൺ ഫൈൻഡിങ്സ്. എന്തൊക്കെയാണ് അതിന് അദ്ദേഹം പറഞ്ഞ രണ്ട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഒന്ന്, 1947 US ലേബർ എന്ന് പറയുന്നത് 3 times more productive than the foreign labor. ഫോറിൻ ലേബറിനേക്കാളും മോർ പ്രൊഡക്റ്റീവ് ആയിരുന്നു ആര്, US ലേബർ എന്നുള്ളതായിരുന്നു ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ. ബട്ട് ലേറ്റർ അദ്ദേഹം തന്നെ ആ ഒരു എക്സ്പ്ലനേഷൻ ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കി എന്നുള്ളതാണ്. അതായത് ഇതിലൂടെ എന്താ പറയുന്നത്, US labor force was effectively tripled, the US would appear labor abundant. അതായത് 3 times മോർ പ്രൊഡക്റ്റീവ് ആണ് എന്നുള്ളത് ആ ഒരു ഫാക്ടിനെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ US എന്തായി, ഒരു ലേബർ അബണ്ടന്റ് കൺട്രി ആവും. ഒരു ക്യാപിറ്റൽ അബണ്ടന്റിനേക്കാളും ലേബർ അബണ്ടന്റ് കൺട്രി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റും US-നെ. സോ വാട്ട് വിൽ ഹാപ്പൻ? അപ്പോൾ ഇവിടെ HO തിയറി എന്താണ്, പ്രാക്ടിക്കലി വർക്കിംഗ് ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് ലിയോണ്ടിഫ് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, but this explanation was later rejected and even by Leontief himself. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US-ലെ ക്യാപിറ്റലും ഇത്രയും തന്നെ മോർ പ്രൊഡക്റ്റീവ് ആണ്. ഓക്കെ, സോ അവിടെ ക്യാപിറ്റലും ലേബറും എന്താണ്, മോർ പ്രൊഡക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പ്ലനേഷൻ എന്താണ്, ഇൻവാലിഡ് ആണ്. Then the second explanation suggested by Leontief was that US consumers had a strong preference for capital intensive goods, driving up their relative prices in the US and leading to exports of labor intensive goods. So this was also invalid because consumer preferences are generally similar across countries. രണ്ടാമത്തെ explanation Leontief പറഞ്ഞത് US-ലെ കൺസ്യൂമേഴ്സിന് സ്ട്രോങ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സിനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ കൂടുതലായിട്ടും പ്രിഫർ ചെയ്തത് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു, ക്യാപിറ്റൽ ഗുഡ്സ് കൂടുതലും ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ ആയിട്ട് ലിയോണ്ടിഫ് തന്നെ പറയുന്നത്. പക്ഷേ ദിസ് ഈസ് ഓൾസോ ഇൻവാലിഡ്. കാരണം കൺസ്യൂമർ പ്രിഫറൻസസ് മോർ ഓർ ലെസ് എല്ലാ കൺട്രീസിലും സിമിലർ ആണ്. And there are some other possible explanations. ഈ രണ്ട് എക്സ്പ്ലനേഷൻസ് ആണ് ലിയോണ്ടിഫ് തന്നെ പറഞ്ഞത്. അതല്ലാതെ നമുക്ക് ഈ ഒരു കോൺട്രഡിക്ഷനെ നമുക്ക് റാഷണലൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, 1947 എന്ന് പറയുന്നത് ഒരു നോർമൽ ഇയർ ആയിരുന്നില്ല. ഒരു എംപെരിക്കൽ സ്റ്റഡിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ ഇയർ ആയിരുന്നില്ല 1947 എന്നുള്ളതാണ്. കാരണം വേൾഡ് വാർ സെക്കൻഡ് കഴിഞ്ഞ ഉടനെയുള്ള ഒരു വർഷമായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നത്. കാരണം ആ ഒരു സമയത്ത് വാർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ എക്സ്പെൻഡിച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു രീതിയിലാണ് ഇത് ബയാസ്ഡ് ആയിട്ട് ഈ ഒരു ഇമ്പോർട്ട് ഡാറ്റ ബയാസ്ഡ് ആയിട്ട് പോയത് എന്നുള്ളതാണ് വൺ മോർ പോസിബിൾ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഈ ഒരു
ഈ ഒരു ബയാസ് മനസ്സിലാക്കിക്കൊണ്ട് ലിയോണ്ടിഫ് ഇതേ സ്റ്റഡി വീണ്ടും നടത്തിയ സമയത്ത് 1956 നടത്തിയ സമയത്ത് എന്ത് സംഭവിച്ചു? US എക്സ്പോർട്സ് നമ്മൾ നേരത്തെ പറഞ്ഞത് 30% ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ് എന്നുള്ളതാണ്. പക്ഷേ 1956 നടത്തിയ സമയത്ത് ഓൺലി 6% എന്നുള്ളത് കണ്ടുപിടിച്ചു. ഇവിടെ പാരഡോക്സിനെ ഇല്ലാതാക്കിയിട്ടില്ല, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി കുറച്ചു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, then next possible explanation എന്ന് പറയുന്നത് ലിയോണ്ടിഫ് used a two-factor model. ലിയോണ്ടിഫ് എന്താണ്? ഒരു two-factor model ആണ് യൂസ് ചെയ്തത്. ഇവിടെ എന്തിനെ കൺസിഡർ ചെയ്തിട്ടില്ല? നാച്ചുറൽ റിസോഴ്സസിനെ കൺസിഡർ ചെയ്യാതെ ഒരു two-factor മോഡൽ മാത്രമാണ് ലിയോണ്ടിഫ് എന്ത് ചെയ്തത്? കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ നാച്ചുറൽ റിസോഴ്സസിനെ US നാച്ചുറൽ റിസോഴ്സിന് എങ്ങനെയാണ് കിട്ടുന്നത്? ഇമ്പോർട്ട്സിലൂടെയാണ് കിട്ടുന്നത്. മെനി പ്രോഡക്ട്സ് ഓൾസോ ഡിപ്പെൻഡ് ഹെവിലി ഓൺ നാച്ചുറൽ റിസോഴ്സസ് വിച്ച് ക്യാൻ ഓൾസോ റിക്വയർ സിഗ്നിഫിക്കൻറ്റ് ക്യാപിറ്റൽ. സച്ച് എസ് കോൾ മൈനിങ്ങിലും അതേപോലെ ഫാമിങ്ങിലും ഒക്കെ എന്ത് കൂടുതലായിട്ട് വേണം? നാച്ചുറൽ റിസോഴ്സസ് കൂടുതലായിട്ട് വേണം. സോ ഈ നാച്ചുറൽ റിസോഴ്സിനൊക്കെ US റിലൈ ചെയ്യുന്നത് എന്തിനു തന്നെയാണ്? ഇമ്പോർട്ട്സിന് വേണ്ടിയിട്ട് തന്നെയാണ്, ഇമ്പോർട്ട്സിലൂടെ തന്നെയാണ്. ഓക്കെ, ദിസ് ഇസ് ഇറ്റ്. സോ നാലാമത്തെ ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ ഇതാണ്. ഒരു ബയസ് ഫാക്ടർ എന്ന് പറയുന്നത് ലിയോണ്ടിഫ് കൺസിഡർ ചെയ്തത് ആകെ 2 ഫാക്ടേഴ്സിനെ മാത്രമായിരുന്നു, നാച്ചുറൽ റിസോഴ്സസിനെ കൺസിഡർ ചെയ്തില്ല എന്നുള്ളതാണ്. അഞ്ചാമത്തെ എക്സ്പ്ലനേഷൻ, US tariff policy was also introduced bias in Leontief's study. Okay, tariffs acting as taxes on imports reduced imports and encourage domestic production of import substitutes. ഇവിടെ എന്താ സംഭവിച്ചത്? US ടാരിഫ് പോളിസിയും ഇതിനൊരു കാരണമായി എന്നുള്ളതാണ് പറയുന്നത്. കാരണം 1956 ക്രാവിസ് എന്താണ് കണ്ടുപിടിച്ചത്? US ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളത് ലേബർ ഇന്റൻസീവ് ഇൻഡസ്ട്രിയാണ്, ലേബർ ഇന്റൻസീവ് ഗുഡ്സ് ആണ് എന്നുള്ളതാണ്. വിച്ച് മീൻസ് ലേബർ ഇന്റൻസീവ് ഇൻഡസ്ട്രീനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? ലേബർ ഇന്റൻസീവ് ഗുഡ്സിനെ ഇമ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, അതിന്റെ ഇമ്പോർട്ട്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. സോ അതാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ആ ഒരു ടാരിഫ് പോളിസി കൂടെ ഇങ്ങനെ ഒരു എന്താണ് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സിന്റെ ഇമ്പോർട്ടിനെ കുറയ്ക്കുന്നതിൽ ഒരു കാരണമായിട്ടുണ്ട്. ഓക്കെ, then sixth possible explanation എന്താണ്? A key source of bias in Leontief's study was that he only measured physical capital. He did not consider the human capital aspect. അതായത് ലേബർ എന്നുള്ളതിനെ ഒരു ഫിസിക്കൽ ക്യാപിറ്റൽ ആയിട്ട് മാത്രം എന്ത് ചെയ്തു? ലേബർ ഇന്റൻസീവ്നെസ്സിനൊക്കെ അങ്ങനെ മാത്രമാണ് മെഷർ ചെയ്തത്. ഇവിടെ ഹ്യൂമൻ ക്യാപിറ്റലിൽ, അതായത് ആ ലേബറിനുള്ള എഡ്യൂക്കേഷൻ, ട്രെയിനിങ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി എന്നുള്ളതൊന്നും അവിടെ എന്ത് ചെയ്തിട്ടില്ല? കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, സിൻസ് US labor has more human capital than foreign labor, including it would make US exports appear more capital intensive. അതായത് US ഇപ്പൊ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ US-ന്റെ ലേബറിനെ ഹ്യൂമൻ ക്യാപിറ്റൽ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ബയസിനെ നമുക്ക് കുറച്ചും കൂടെ റാഷണലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, to be fair, human capital analysis only became prominent with Shell's work in 1961 and Becker's in 1964. ഈ ഒരു ലിയോണ്ടിഫ് പാരഡോക്സിലെ കുറച്ചുകൂടി ട്രേഡ് തിയറീസ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പാരഡോക്സ് വന്നതിലൂടെ സെവറൽ തിയറീസ് എന്ത് ചെയ്തു? ഈ ഒരു പാരഡോക്സിനെ മാറ്റാൻ വേണ്ടിയിട്ട്, HO തിയറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു എന്നുള്ളതും കൂടെ മനസ്സിലാക്കാം. സോ നമ്മൾ ഇത്രയാണ് എന്ന് പറഞ്ഞത്. ലിയോണ്ടിഫ് പാരഡോക്സ് എന്താണ് എന്ന് പറഞ്ഞു, അതിനുള്ള റീസൺസ് എന്താണ് എന്നും പറഞ്ഞു. ഇത്രയാണ് 1947 എന്താണ്? ലേബർ പ്രൊഡക്ടിവിറ്റി 3 times more than capital or higher than capital, then US taste and preferences were highly biased towards capital intensive goods. ഇതാണ് ലിയോണ്ടിഫ് തന്നെ പറഞ്ഞ 2 എക്സ്പ്ലനേഷൻസ്. അതല്ലാതെ നമ്മൾ 4 റീസൺസ് കൂടെ പറഞ്ഞു. ഓക്കെ, സോ ഇത്രയാണ് ലിയോണ്ടിഫ് പാരഡോക്സിനെ പറ്റി പറയാനുള്ളത്.
ലൈക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലിയോണ്ടിഫ് പാരഡോക്സിന്റെ ഫൈൻഡിങ്സ് എന്താണ്, ലിയോണ്ടിഫ് എന്താണ് ഫൈൻഡ് ചെയ്തത്, ഏത് തിയറിനെയാണ് കോൺട്രഡിക്ട് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ഡോണ്ട് മിസ് ഇറ്റ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫോളോ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.